ഹലോ, നല്ല നമസ്കാരം. ശുക്രൻ. വിപിൻ ജോർജ് നായകനായിട്ടുള്ള നമ്മുടെ ഉബൈദേനി സംവിധാനം ചെയ്ത ചിത്രം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ കണ്ണും പൂട്ടി കല്ലെറിഞ്ഞപ്പോൾ മാങ്ങ വീണു എന്ന് കരുതി എപ്പോഴും എറിഞ്ഞു കഴിഞ്ഞാൽ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നില്ല. അത് വീഴുന്നത് ചിലപ്പോൾ മറ്റുള്ളവരുടെ ശരീരത്തായിരിക്കും. അതാണ് ഒരു പ്രശ്നം. ഇങ്ങനെ തന്നെ വേണം, മലയാളിക്ക് ഇങ്ങനെ തന്നെ വേണം, മലയാള സിനിമയ്ക്ക് ഇത് തന്നെ വേണം. അത് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ഈ സിനിമ കാണുന്നവർക്ക് സൺനെറ്റിലാണ് ആ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. പോയി ഇന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാകും. ഇതിന്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്, സിനിമ ആരംഭിക്കുന്നത് നായകനായിട്ടുള്ള നന്ദുവിന്റെ സ്കൂൾ കാലഘട്ടത്തിൽ നിന്നാണ്. തന്റെ ജാതകപ്രകാരം ദോഷമുള്ളതിനാൽ എല്ലാ പ്രശ്നങ്ങളും തന്റെ തലയിൽ വന്നു ചേരുമെന്ന ഭയത്തിലാണ് നന്ദു വളരുന്നത്. സ്കൂളിൽ വെച്ച് താൻ ചെയ്യാത്ത ഒരു മോഷണക്കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരുന്നതോടുകൂടി നന്ദുവിന് തന്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള ഗായത്രിയെ നഷ്ടപ്പെടുകയാണ്. വർഷങ്ങൾക്ക് ശേഷം വളർന്ന് വലുത് പന്തലിച്ചു കഴിഞ്ഞതിന് ശേഷം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇവർ വീണ്ടും കണ്ടുമുട്ടുന്നതും തുടർന്നുണ്ടാകുന്ന നാടകീയമായിട്ടുള്ള കുറേ സംഭവങ്ങളുമാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ആക്ടിംഗ് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയുടെ വിപിൻ ജോർജ് എന്ന് പറയുന്ന നായകൻ, അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. ഞാനൊരു കാര്യം പറയാമല്ലോ, ഒറ്റയ്ക്ക് ഈ പുള്ളിക്കാരന് ഈ സിനിമ ഷോൾഡർ ചെയ്യാൻ കഴിയുന്നില്ല. തന്റെ പോരായ്മകൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തനിക്ക് കഴിയുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റുകൾ മാത്രം സെലക്ട് ചെയ്യുക എന്ന ഹംബിൾ റിക്വസ്റ്റ് വിപിനോട് പറയുവാനുണ്ട്. ഒരിക്കലും ചില സിനിമകൾ താങ്കൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് താങ്കൾക്ക് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളോട് പറയുവാനുള്ളത്. എൻ്റെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, അത് നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടിനെ ഞാൻ കളിയാക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് കഴിയുന്ന, നിങ്ങൾക്ക് ശാരീരികമായിട്ട് എന്തൊക്കെ കഴിയും എന്നതുകൂടി നിങ്ങൾക്ക് ഒരു ബോധമുണ്ടാകണം. അത് നിങ്ങളുടെ ശാരീരിക വൈകല്യങ്ങൾ പണ്ട് ശ്രീനിവാസൻ ചെയ്ത തന്റെ കുറവുകളെ സിനിമയിൽ നന്നായിട്ട് തന്നെ അദ്ദേഹം പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ഇത് ഈ കാലഘട്ടത്തിൽ അത് ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, ഇതിനെ പോലുള്ള ഒരു ആളുടെ ശാരീരിക വൈകല്യം ഈ കാലഘട്ടത്തിൽ ഒരു തരത്തിലുള്ള ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ സിബി മാത്യുവിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയിൽ നല്ലൊരു, ചില ഇടത്തൊക്കെ നല്ല മൂഡ് നൽകുന്നുണ്ട്. പിന്നെ മെൽബിന്റെ സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും ബോറടിപ്പിക്കാതെ സിനിമ കൊണ്ടുപോകുന്നില്ല എന്ന് തന്നെ അടിവരയിടേണ്ടിയിരിക്കുന്നു. പിന്നെ ജോമോൻ ജോർജ് നിർമ്മിച്ചതാണ് ഈ സിനിമ. അദ്ദേഹവും ഈ ഒരു ചെറിയൊരു വേഷത്തിൽ വന്നു പോകുന്നുണ്ട്. ടിനി ടോമും അതോടൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോ, അസീസ് നെടുമങ്ങാട്, അങ്ങനെയുള്ള കുറെ പേരൊക്കെ വന്നു പോകുന്നുണ്ട്. പിന്നെ ഇതിന്റെ വിമർശനം എന്ന് പറയുന്നത്, ഈ കാലഘട്ടത്തിൽ 2026 ചേർന്നിട്ടുള്ള ഒരു തിരക്കഥയല്ല എന്നുള്ളതാണ്. ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു സംഭവം. സംവിധായകൻ ഉബൈദിന്റെ മുമ്പത്തെ പടം പോലെ തന്നെ ഇത് ഒട്ടും അപ്ഡേറ്റ് അല്ല. ഒരു പുതുമയും ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. മോശം എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശം തിരക്കഥയാണ് എന്നുള്ളതാണ്. ഈ സിനിമയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് തന്നെ പറയാൻ പറ്റും. പണ്ട് സ്കൂളിൽ പിന്നെ മോഷണം പോയ റബ്ബറും പേനയും പെൻസിലും ഒക്കെ ഇത് എടുത്തു വെച്ചുകൊണ്ട് കഥ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അതൊക്കെ ക്രിഞ്ചാണെന്നേ മനസ്സിലാക്കാനുള്ള ഒരു ബാലിശമായിട്ടുള്ള ഒരു ഇതെങ്കിലും തോന്നണ്ടേ. നായകനായിട്ട് അഭിനയിക്കുന്നവനോ അല്ലെങ്കിൽ കൂടെ അഭിനയിക്കുന്നവനൊക്കെ തോന്നണ്ടേ ഇങ്ങനെയുള്ള ഒരു ഊമ്പിയ കഥയാണ് എന്നത് തോന്നണ്ടേടാ ഒരു തന്നെങ്കിൽ. അത് സംവിധാനം ചെയ്യാൻ വേണ്ടി ഒരു ഊമ്പിയ സംവിധായകൻ എന്ത് മൈരക്കാട കാണിച്ചു വയ്ക്കുന്നേ. ഇങ്ങനെയൊക്കെയാണോ സിനിമ എടുക്കുന്നത്? ഇതിന്റെ ട്വിസ്റ്റുകളൊക്കെ വളരെ പരിഹാസകരമായിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. പിന്നെ കുറെ രണ്ട് പോലീസുകാരന്മാർ വന്ന് കാണിക്കുന്ന കാണിപ്പാണ് കാണിപ്പ്. എന്നിട്ട് അതിൽ കുറെ ക്യാമറയുടെ കുറെ ട്രിക്കൊക്കെ കാണിച്ചു തരികയാണ് നമുക്ക്. ഈ ഒരു വണ്ടി അങ്ങോട്ട് പോയി, ഒരു വണ്ടി ഇങ്ങോട്ട് പോയി, ഒരു വണ്ടി ഇങ്ങോട്ട് വന്നില്ല എങ്കിൽ മറ്റേതാണ് നിങ്ങൾ ഊഹിച്ചോളണം. ഭയങ്കരമായിട്ട് നമ്മൾ എൻഗേജ്ഡ് ചെയ്യുന്ന രീതിയിലുള്ള ഡയലോഗുകളും സീനുകളൊക്കെ ആണ്. ഒട്ടും നിലവാരമില്ലാത്ത ക്ലൈമാക്സ്. സിനിമ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ട്വിസ്റ്റുകൾ കണ്ടിട്ടാണ് ചിരിച്ച്. ഈ ട്വിസ്റ്റുകൾ എന്ത് ക്ലീശ സാധനോടെ പ്രേക്ഷകനെ ഏതെങ്കിലും തരത്തിൽ ഈ സിനിമയിൽ എൻഗേജ്ഡ് ആക്കണ്ടേ. സാധാരണ ഈ വാട്സപ്പിലൊക്കെ വരുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ വരുന്ന റീൽസ് ഒക്കെ ഇതിനേക്കാൾ ബെസ്റ്റ് ആണോ? എന്ത് ഊള സ്ക്രിപ്റ്റ് ആണോ ഇത്? പിന്നെ കുറെ പാട്ട്, അതെല്ലാം പാടിയത് വിപിൻ. എന്ത് പിന്നെ ഉണ്ടല്ലോ
സ്ത്രീകളെ അപമാനിച്ച് കൊലവിളിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കാനോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവരൊക്കെ എന്തോ മറിച്ചതാണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു പിന്നെ ഡ്രസ്സിങ്ങും അതോടൊപ്പം തന്നെ മേക്കപ്പ്. എന്ത് ഊളത്തോടെ കാണിക്കുന്നത്? എന്താ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ആരും പാന്റും ഷർട്ടോ ഒന്നും അങ്ങനെ ഇട്ട് അല്ലെങ്കിൽ ടൈറ്റായിട്ടുള്ള ഡ്രസ്സൊന്നും ഇട്ട് പെണ്ണുങ്ങളൊന്നും നടക്കാറില്ലേ? എന്ത് പുല്ലാടെ കാണിച്ചു പറയാൻ ശ്രമിക്കുന്നത് നീയൊക്കെ? ഒരു എന്താ പറയുക, ഞാൻ ചീത്തയാണ് വിളിക്കാൻ തോന്നുന്നതേ. സത്യമായിട്ട് ഈ സിനിമ നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിപിൻ ജോർജിനെ വെറുത്തു പോകും. വിപിൻ ജോർജിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറെ മിമിക്രി ആർട്ടിസ്റ്റുകൾ, കോട്ടയം നസീർ, ടിനി ടോം, നെടുമങ്ങാട്, അസീസ് നെടുമങ്ങാട്, അങ്ങനെ ഒരു ലോഡ് മിമിക്രി ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഇവരിൽ എല്ലാവരും നല്ല കഴിവുള്ള ആൾക്കാരാണ്. പക്ഷേ വിപിന് ഈ സിനിമയെ കൊണ്ടുപോകാൻ, അവസാനം വരെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു ആക്ഷൻ രംഗം ആവശ്യമുള്ളിടത്ത് പോലും സ്വന്തമായിട്ട് ആക്ഷൻ പോലും ചെയ്യാൻ പറ്റുന്നില്ല. അത് പോരായ്മ തന്നെയാണ്. ഈ സിനിമയ്ക്ക് ആക്ഷൻ സീക്വൻസ് ആവശ്യമാണ്. പിന്നെ രസം എന്നറിയാമോ, ഒരു പിന്നെ സ്വർണം എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ സ്പോട്ടിൽ നിന്ന് നായകനെയും പിന്നെ കോട്ടയം നസീറിനെയും മാറ്റി നിർത്താൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഉളത്തരങ്ങൾ. ഒരു 5 ദിവസം ഈ നായകനെ പിന്നെ സ്വന്തം നാട്ടിൽ നിന്ന് മാറ്റി നിർത്തണം. എന്ത് ഊളത്തരോടെയും കാണിച്ചു വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ബറോട്ട മേക്കറിനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു നല്ലൊരു മനുഷ്യനായിട്ട് കാണിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തോ ഒരു ടെസ്റ്റ് ഉണ്ട്, സംഭവിക്കാൻ പോവുകയാണ്. എന്നിട്ട് അതിനൊരു കംപ്ലീറ്റ്നെസ് പോലും ഇല്ലാതെ അത് എന്തിനാണോ അങ്ങനെ ഒരു സീന്, എന്തു ഊളത്തരത്തിന് വേണ്ടി അങ്ങനെ ഒരു സീന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നായികയെ കാണിക്കുന്നത് കാണിപ്പ്. എന്നിട്ട് ക്രിഞ്ചോട് ക്രിഞ്ച് നമ്മുടെ ക്ലാസ്മേറ്റ്സിന്റെ പിന്നെ ഇതൊക്കെ ചുവരിലൊക്കെ എഴുതി വെച്ചുകൊണ്ട്, അതായത് മറ്റൊരു പിന്നെ റീയൂണിയൻ എന്നുള്ള രീതിയിലാണ് ഈ സിനിമ ഉണ്ടാക്കി ഊമ്പി വെച്ചിരിക്കുന്നത് അവസാനം. അതായത് സ്കൂളിൽ പഠിച്ച എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു അവസാനം പിന്നെ ഒരുമിക്കുകയാണ്, സുഹൃത്തുക്കളെ ഒരുമിക്കുകയാണ്. എന്ത് മയിര് പരിപാടിയോടെ കാണിക്കുന്നതിനൊക്കെ മര്യാദ വേണ്ടടേ. ഇത് സംവിധാനം ചെയ്യാനും ഇത് തിയേറ്ററിലൊക്കെ ആണല്ലോ റിലീസ് ചെയ്തതെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്. OTT-ലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇതൊക്കെ തിയേറ്ററിലൊക്കെ റിലീസ് ചെയ്ത് ആൾക്കാരെ കൊണ്ട് വെറുപ്പിക്കുന്നതിനൊക്കെ ഒരു മര്യാദയില്ലടേ. മൂഞ്ചിയ സിനിമ എന്ന് വെച്ചാൽ മൂഞ്ചിയ സിനിമ, അത്രേ പറയുന്നുള്ളൂ. താങ്ക് യു. എനിക്ക് അത്രയ്ക്കും ദേഷ്യമുണ്ട്. അത്രയ്ക്കും കണ്ടിട്ട് എന്റെ സമയം വെറുതെ പോക്കി. ആ ദേഷ്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. താങ്ക് യു.